ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കേണ്ടത് അന്താരാഷ്ട്ര സുരക്ഷയുടെ ഭാഗമാണെന്ന് അമേരിക്ക. ഗ്രീൻലാൻഡിനെ അമേരിക്കയോടൊപ്പം ചേർക്കാനുള്ള നിർണായക പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തൻ്റെ രാജ്യത്തിൻ്റെ സുപ്രധാന തീരുമാനത്തെക്കുറിച്ച് നിലപാട് പ്രകടിപ്പിച്ചത്. തൻ്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് തമാശയല്ല. ഗ്രീൻലാൻഡ് എന്ന ഭാഗം അമേരിക്കയോടൊപ്പം ചേരേണ്ടത് അന്താരാഷ്ട്ര സുരക്ഷയുടെ ആവശ്യമാണ്. ചൈന പ്രദേശത്തുയർത്തുന്ന ആർട്ടിക് മേഖലയിൽ ഉയർത്തുന്ന വലിയ സുരക്ഷാ ഭീഷണിയുണ്ട്. അതിനെ മറികടക്കുക എന്നുള്ളത് അമേരിക്കയുടെ മാത്രം ആവശ്യമല്ല, അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇൻ്റർനാഷണൽ രാജ്യങ്ങളുടെയൊക്കെ ആവശ്യമാണെന്ന് മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗ്രീൻലാൻഡിനെ അമേരിക്കയോടൊപ്പം ചേർക്കാനും ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുമുള്ള നീക്കങ്ങളുമായി അമേരിക്ക മുന്നോട്ട് പോകുന്നത്. അതിന് ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ ഈ നിർണായകമായ നീക്കം അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും ശക്തവും ഏറ്റവും നയപരവുമായിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അമേരിക്ക കാണിക്കില്ല എന്നും ഇപ്പോൾ മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. യൂറോപ്പിലാകെ ഭീതി പടർന്നിരിക്കുന്നു. ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ നീക്കത്തിനെ എതിർത്തുകൊണ്ട് ഡെൻമാർക്ക് രംഗത്ത് വന്നിരിക്കുന്നു. യൂറോപ്യൻ മേഖലയിലെ നിരവധി രാജ്യങ്ങളുമായി ഡെൻമാർക്കിൻ്റെ പ്രധാനമന്ത്രി സംസാരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം ഗ്രീൻലാൻഡിലെ 80% വരുന്ന ജനങ്ങൾ അമേരിക്കയോടൊപ്പം ചേരാൻ താല്പര്യമില്ലെന്ന് ജനഹിതം വ്യക്തമാക്കിയിരിക്കുന്നു. ഗ്രീൻലാൻഡിൻ്റെ ഭാവി തീരുമാനിക്കുന്നത് ഗ്രീൻലാൻഡുകാരായിരിക്കുമെന്നാണ് ഗ്രീൻലാൻഡിൻ്റെ പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. ഗ്രീൻലാൻഡിലെ ജനതയ്ക്ക് അമേരിക്കക്കാരാവാൻ താല്പര്യമില്ല, അവർക്ക് ഗ്രീൻലാൻഡുകാരായി ജീവിച്ചാൽ മതി. എന്നാൽ തങ്ങളുടെ ഭൂപ്രദേശത്തേക്ക് കടന്നു കയറാനുള്ള അമേരിക്കൻ നീക്കത്തിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. ആർട്ടിക് മേഖലയിൽ ചൈന അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുകയാണെന്നാണ് അമേരിക്ക ഇപ്പോൾ കരുതുന്നത്. പ്രത്യേകിച്ച് പാനമ കനാലിലടക്കം വ്യാപാര ബന്ധങ്ങളും തങ്ങളുടെ ബേസ് ക്യാമ്പുകളും അതുപോലെ തന്നെ ഷിപ്പിംഗ് ബേസും ഒക്കെ ചൈന നിരവധി കാലങ്ങളായി നിർമ്മിക്കുന്നുണ്ട്. ഈ മേഖലയിൽ വലിയ ശക്തമായ സ്വാധീനം ചെലുത്താൻ ചൈന ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയായ ഗ്രീൻലാൻഡിനെ വിലയ്ക്ക് വാങ്ങാനോ അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കാനോ അമേരിക്ക ശ്രമിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടിരുന്നു. തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലങ്ങളിലൊക്കെ തന്നെ ഈ സുരക്ഷാ മുൻകരുതൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതാ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ മാർക്കോ റൂബിയോ തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നു. ഗ്രീൻലാൻഡിനെ അമേരിക്കയോടൊപ്പം ചേർക്കേണ്ടത് അനിവാര്യമാണ്. ഇത് ദേശീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലെടുത്തൊരു തീരുമാനമാണ്. ഏതെങ്കിലും തരത്തിലൊരു തമാശ പറയുന്നതല്ല ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രീൻലാൻഡ് എന്ന ഭൂപ്രദേശം അമേരിക്കയുടെ ഭാഗമായേ തീരൂ. അത് അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് തന്നെ ചൈന ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി. അതേസമയം ഗ്രീൻലാൻഡ് വിഷയത്തിൽ റഷ്യയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഗ്രീൻലാൻഡിനോട് റഷ്യൻ ഫെഡറേഷനിൽ ചേരാൻ വ്ളാഡിമിർ പുടിൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. റഷ്യയുടെ വിദേശകാര്യമന്ത്രി ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഗ്രീൻലാൻഡ് ഭരണകൂടവുമായി റഷ്യ രഹസ്യ ചർച്ചകൾ ആരംഭിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അമേരിക്കയുടെ ഭീഷണിയെ മറികടക്കാൻ റഷ്യൻ ഫെഡറേഷനിൽ അംഗമാകാൻ ഇപ്പോൾ ഗ്രീൻലാൻഡിനോട് റഷ്യ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് ഗ്രീൻലാൻഡ് വിഷയം അമേരിക്ക റഷ്യ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയേക്കുമെന്ന് രാജ്യാന്തര വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നു. കാരണം ഗ്രീൻലാൻഡ് എന്നത് അമേരിക്ക സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. എന്ത് വില കൊടുത്തായാലും എന്തൊക്കെ യുദ്ധം നടത്തിയായാലും എന്തൊക്കെ തരത്തിലുള്ള ബലപ്രയോഗത്തിലൂടെയാണെങ്കിലും ഗ്രീൻലാൻഡിനെ സ്വന്തം ഭാഗമാക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. അത് ആർട്ടിക് മേഖലകളിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യത്തിന് തങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതേസമയം ഈ മേഖലയിൽ റഷ്യയും കണ്ണുവയ്ക്കുന്നുണ്ട്. വ്യാപാര മേഖലയാണ്, അന്താരാഷ്ട്ര കപ്പൽച്ചാലാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു സ്ഥാനമുണ്ടാകുന്നത്, ഒരു ബേസ് ഉണ്ടാകുന്നത് എല്ലാ തരത്തിലും ഗുണകരമാകുമെന്ന് റഷ്യയും കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്കൊരു മാർഗമേ ഉള്ളൂ. ആ മാർഗമെന്നത് റഷ്യൻ ഫെഡറേഷനിൽ അംഗമാകുക എന്ന
കാര്യം. അത് കൃത്യമായി ഇപ്പോൾ റഷ്യ ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രീൻലാൻഡിന് അത്തരമൊരു സന്ദേശം നൽകിയിരിക്കുന്നു. അതേസമയം ഈ ഒരു തരത്തിലുള്ള തർക്കങ്ങൾക്കും ഇടയില്ലാത്ത വിധം ഇപ്പോൾ നിലനിൽക്കുന്നത് പോലെ തന്നെ നിലനിൽക്കണമെന്നാണ് ആഗ്രഹമെന്ന് ഗ്രീൻലാൻഡിൻ്റെ ഭരണകർത്താക്കൾ തന്നെ വ്യക്തമാക്കുകയാണ്. ഡെൻമാർക്കുമായി ഒരു സൗഹൃദപരമായ സമീപനത്തിനാണ് ആഗ്രഹമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. അത് തങ്ങളുടെ ഈ സൗഹാർദ്ദപരമായ സമീപനത്തെ ഡെൻമാർക്കും ബഹുമാനിക്കുമെന്നും അതിന് വില കൽപ്പിക്കുമെന്നുമാണ് കരുതപ്പെടുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു ബലപ്രയോഗത്തിൻ്റെ ആവശ്യമുണ്ടായാൽ അത് നടത്തി കാര്യം സാധിക്കാനും തങ്ങൾ തയ്യാറാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പ് ഡെൻമാർക്കിനുള്ള മുന്നറിയിപ്പാണ്. ഒരു യുദ്ധത്തിന് വേണമെങ്കിലും തങ്ങൾ മടിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. രണ്ടാം വരവിൽ ട്രംപ് ഇടപെടുന്നതെല്ലാം തന്നെ ഏറ്റവും ഗൗരവമുള്ള നിർണായകമായ തീരുമാനങ്ങളാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും വലിയ നിർണായകമായ ഒരു നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നു. ട്രംപിൻ്റെ വാക്കുകൾ തമാശയല്ലെന്നും ഗ്രീൻലാൻഡിനെ പിടിക്കുക തന്നെ ചെയ്യുമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നു. ഏത് മുഖേനയും ബലം പ്രയോഗിച്ചാണെങ്കിൽ ബലം പ്രയോഗിച്ച്, അല്ലാതെ വാക്കുകൾ കൊണ്ടാണെങ്കിൽ വാക്കുകൾ കൊണ്ട് ഗ്രീൻലാൻഡ് എന്ന ഭൂപ്രദേശത്തെ അമേരിക്കയോടൊപ്പം ചേർക്കുക എന്നതാണ് തങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നും ഇത് അമേരിക്കയുടെ മാത്രമല്ല ആഗോളതലത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇപ്പോൾ അമേരിക്ക.